വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് പെരളശ്ശേരി അമ്പലത്തിൽ പോയി. നല്ല തിരക്കായിരുന്നു. അപ്പം അമ്പലത്തിൻ്റെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അമ്പലക്കുളം കണ്ടോ? ഈ കുളത്തിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഈ അമ്പലക്കുളം ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്രയും ഫേമസ് ആണ്. അതിൻ്റെ പടിക്കെട്ടുകളാണ് ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ പടിക്കെട്ടുകൾ മുഴുവനുള്ളത്. ഇത് കണ്ടോ, നല്ല വെയിലാണ്. അമ്പലം ദൂരെ കാണുന്നുണ്ടോ? നല്ല തിരക്കായതുകൊണ്ട് അമ്പലത്തിന് അങ്ങോട്ട് പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുളത്തിൽ ഇഷ്ടം പോലെ മീനുണ്ട്, വിവിധ വർണ്ണത്തിലുള്ള നല്ല ആ ഓറഞ്ച് മീനെയൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കയ്യിലെടുത്ത് ലാളിക്കാൻ തോന്നുന്നു. അത്രയും ഭംഗിയാണ്. ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച്, നല്ല ഭംഗിയുള്ള മീനുകൾ. അപ്പോൾ കുറേ സമയം ഞങ്ങൾ മീനുകളെയൊക്കെ കണ്ട് മീനുകളുടെയൊക്കെ കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടാണ് കേട്ടോ കുളത്തിലോട്ട് വന്നത്. കുളത്തിൽ നിറച്ചും മീനാണ്, പല വർണ്ണത്തിലുള്ള മീനുകൾ. കാണുമ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് നമുക്കൊന്ന് കൊഞ്ചിക്കാൻ തോന്നുന്ന മീനുകൾ. ഓറഞ്ചും മഞ്ഞയും വൈറ്റ് ബ്ലാക്ക് എന്ന് വേണ്ട പേരറിയാത്ത കളർഫുള്ളായ മീനുകൾ. അപ്പോൾ കുറേ സമയം മീനുകളെ നോക്കിയിരുന്നു. വേണ്ട, എത്ര സമയം നമുക്ക് മടുക്കുകയില്ല. അത്രയും നല്ല കളറും വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കാപ്പിമല വെള്ളച്ചാട്ടം കാണാനാണ്. അത് കണ്ണൂരിൻ്റെ ഹൈ റേഞ്ച് എന്ന് വിളിക്കുന്ന ആലക്കോട് കാപ്പിമല വെള്ളച്ചാട്ടം. അതൊരു ഒന്നൊന്നര വെള്ളച്ചാട്ടം കേട്ടോ. അത് കാണാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. കുറേ ഇങ്ങനെ കയറ്റം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ആഹാ, അടിപൊളി. ഇത് ശരിക്കും ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഈ വെള്ളച്ചാട്ടം എന്ന് ആലോചിക്കണം. ഫോറസ്റ്റിൻ്റെ കുറേ മുകളിൽ ഫോറസ്റ്റുകാരുടെ ഏരിയ ഉണ്ട്, പക്ഷേ കൂടുതലും പങ്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുമൊക്കെ നല്ല കണ്ണീർ പോലത്തെ വെള്ളമാണ്. പാറക്കല്ല് തട്ടി ഒഴുകി വരുന്ന ആ വെള്ളത്തിൽ നല്ല തണുപ്പും നല്ല എന്താ പറയുക, എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ കാപ്പിമല വെള്ളച്ചാട്ടം. ഏകദേശം ജൂൺ മുതൽ ഫെബ്രുവരി വരെയാണ് അവിടുത്തെ സീസൺ കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടം കുറയും. കാരണം എന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഈ നൂറുകണക്കിന് ഓസുകളാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഓസുകൾ മുഴുവൻ ഇവിടുന്ന് വെള്ളം എടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഒരു ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഉരുളൻ കല്ലുകളെ ചവിട്ടി കയറി പോകണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവും, പക്ഷെ എന്നാലും അതിൻ്റെ മുകളിൽ ചെന്നാളെ വ്യൂ ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചെങ്കുത്തായ ഒരു കയറ്റമാണ്. ആ കയറ്റം കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. കൈ ഒന്ന് നീട്ടിയാൽ നമുക്ക് തോന്നും ആകാശത്തിനെ തൊടാമെന്ന്. അത്രയും ഉയരത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. കയറി ചെന്ന് കഴിയുമ്പോൾ ദേ കണ്ടോ, ആ വെള്ളച്ചാട്ടം കണ്ടോ? എന്തൊരു ഭംഗിയാണെന്ന് അറിയോ, എന്തൊരു സൗണ്ടാണെന്നറിയോ വെള്ളത്തിന്. ആ വെള്ളം വന്ന് വീഴുന്നത് ശരിക്കും ഒരു തൊട്ടിൽ പോലെയാണ് അവിടുത്തെ. ദൂരേക്ക് നോക്കിക്കേ, ഞങ്ങളുടെ വണ്ടിയൊക്കെ സോപ്പ് പെട്ടി പോലെ കാണുന്നുണ്ടല്ലേ. അപ്പം അത്രയും ഉയരത്തിൽ അത്രയും ദൂരത്തിലാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് കയറി വന്നിരിക്കുന്നത്. കണ്ടോ, അതൊക്കെ കാട്ടുതെങ്ങ്, കാട്ടുപന ഒക്കെയാണ്. അപ്പോൾ ഈ ഒരുപാട് മുകളിൽ നിന്നാണ് വെള്ളം വന്ന് താഴത്തേക്ക് പതിക്കുന്നത്. ആ പതിക്കുന്ന സ്ഥലം ശരിക്കും ഒരു തൊട്ടിൽ പോലെ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, വലിയൊരു ഈ തോണിയില്ലേ, തോണി മീൻസ് വട്ടത്തോണിയൊക്കെ ഇല്ലേ, വട്ടത്തോണിയൊക്കെ പോലെയാണ് ആ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും എല്ലാവർക്കും കുളിക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും കുളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെയാണ് ചെന്നപ്പോൾ അവിടുന്ന് എൻ്റെ ഫ്രണ്ടിനെയും ഹസ്ബൻഡിനെയും കണ്ടു. അതൊരു സന്തോഷമായിരുന്നു, ഒരു സർപ്രൈസായിട്ട് കാണാൻ പറ്റി. അവിടെ ഒരു ചെടി, പാറയുടെ ഇടുക്കിൽ ഒരു ചെടി നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ ആ പിള്ളേരെ സോപ്പിട്ട് ആ ചെടി പറിക്കുവാണ്. ഇത് കണ്ടോ, ഈ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു കുറേ ദൂരം വരെ ആ വെള്ളത്തിൻ്റെ തണുപ്പും വെള്ളം ഞാൻ നമ്മളുടെ മേത്തേക്ക് അടുത്തൊന്നും പോകണ്ട. എനിക്കൊരു ഇത്തിരി പേടിയായിരുന്നു. ഞാൻ ദൂരെ മാറിയ നിന്ന് കേട്ടോ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല. തുമ്പികളൊക്കെ ഇഷ്ടം പോലെ തുമ്പികൾ, ഒത്തിരി കാലം കൂടി തുമ്പികളെ കാണാനും കഴിഞ്ഞു ആ ഒരു പ്രകൃതി ഭംഗി തന്നെ. കണ്ടോ, വെള്ളം വന്ന് വീഴുന്ന രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലായിരുന്നു.
അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ അവിടെ നിൽക്കാനും ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിൽക്കാനും കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പോകുന്നവർ രാവിലെ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മഴ പെയ്താൽ മനം നിറയുന്ന കാഴ്ച അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ സമയം ഏകദേശം 1-2 മണിക്കൂറോളം അവിടെ ചിലവിട്ടു. മോൻ കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അത് ഇറക്കം ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. ഇറങ്ങി വരുമ്പം കണ്ടോ 1-2 പേരെ വഴിക്ക് കണ്ടു. പച്ചിലപ്പാമ്പ് കണ്ടോ. അങ്ങനെ നമ്മുടെ പച്ചിലപ്പാമ്പിൻ്റെ ചെറിയൊരു അഭിമുഖമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇരിട്ടിക്കപ്പുറത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. അവിടെ പോയി ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരിക്കും ഒരു 1 ഡേ ടൂറായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം മാറി. ഒന്നും പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് തീരുമാനിച്ചതാണ്. പെരളശ്ശേരി അമ്പലത്തിൽ പോയി അവിടുന്ന് വിചാരിച്ചിരുന്ന കാപ്പിമലയിൽ പോന്ന്. കാപ്പിമല ഇരിട്ടി നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് തോന്നി എന്നാൽ ഇരിട്ടി പോയിട്ട് ഫുഡ് കഴിക്കുക. ഈ ഹോട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മന്തിയും പെരിപെരി ചിക്കനും എല്ലാം ഭയങ്കര ഫേമസാണ്. അപ്പോൾ എന്നാൽ പിന്നെ അതെല്ലാം കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ വെള്ളത്തിൽ കുളിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ എല്ലാവരും ഈ കാപ്പിമല ഈ ജൂൺ ടു ഫെബ്രുവരിയാണ് കാപ്പിമല പോകണം കേട്ടോ. ശരിക്കും ടൂറിസം ഭൂപടത്തിൽ വേണ്ടത്ര ഇടം പിടിക്കാത്ത, എന്നാൽ കണ്ടാലും മതി വരാത്ത പ്രകൃതിയുടെ ആ സൗന്ദര്യം എല്ലാവരും പോയി മഴക്കാലത്ത് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷേ കാപ്പിമല വെള്ളച്ചാട്ടം കൊള്ളാം, കിടിലനാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം അടിച്ച് നേരെ വീട്ടിലേക്കാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങ് പോവാം അല്ലേ. അപ്പോൾ നിങ്ങളും കയറിക്കോ വണ്ടിയിൽ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചങ്ങ് പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമുക്ക് നേരെ എല്ലാവർക്കും വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം അല്ലേ.